ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു സൺഡേ നമ്മൾ ഔട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാനും താത്തയും പിന്നെ കുട്ടികളും കൂടിയിട്ട് ഇക്ക ഇല്ല. ഇക്ക ഞങ്ങളവിടെ താത്താടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ഫുഡ് കഴിക്കാനാണ് പോണത്. കുറ്റിപ്പുറത്തെ ചോറും മീനും പറഞ്ഞിട്ടുള്ള അങ്ങോട്ട് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ. അപ്പോൾ ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡ് സോറി ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തും. ഈ പാടത്തെ കൂടെയും വരമ്പത്തെ കൂടെ ഒക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. പണ്ട് ഞങ്ങൾ ഉമ്മാന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ റെയിൽവേ ക്രോസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ നൊസ്റ്റാൾജി ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. ഇപ്പൊ ആ ടൈമിൽ ട്രെയിനൊന്നും പോകണില്ല. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. നമുക്കങ്ങനെ നേരെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ ഫുഡിന്റെ സ്പോട്ട് എത്തും. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പുറത്ത് റോഡിലൊക്കെ ഭയങ്കര തിരക്ക്. അപ്പൊ നമ്മൾ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ഹോട്ടലുണ്ട്, ഒരു വനിതാ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ താത്താക്ക് അറിയുന്ന ആളാണ് അവിടെ ഉള്ളത്, ഈ ഏട്ടൻ. അപ്പൊ താത്താൻ നമുക്ക് ഇവിടുന്ന് കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ഹോട്ടലാണ്, പക്ഷെ ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് നാടൻ ഊണാണ്. ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാലൊക്കെ വരും. അപ്പൊ നമ്മള് ഒരു നോർമൽ മീൽസും പിന്നെ അതുപോലെ 2 വലിയ മാന്തളും പിന്നെ ഒരു കഷ്ണം മീനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പി. അവിയലുണ്ടായിരുന്നു, ഉപ്പേരി ഉണ്ടായിരുന്നു, കാളന പോലെ അതിലത്തെ ഏതോ ഒരു ഐറ്റം, പിന്നെ നല്ല അടിപൊളി ഒരു അച്ചാറുണ്ടായിരുന്നു, പിന്നെ പായസം, നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു. സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്. ഞാൻ സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരുന്നു. ഇപ്പോൾ അവിയലൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പായസം പൊതുവെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കുടിക്കുമ്പോൾ ഭയങ്കര മധുരവും നമ്മൾ കഴിച്ച ഫുഡിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. പക്ഷെ ഇത് നല്ലൊരു മൈൽഡ് മധുരമൊക്കെ ആയിട്ട്, കൂടുതലും അല്ല കുറവല്ല, അങ്ങനത്തെ ഒരു നല്ല അടിപൊളി. പിന്നെ രസം വന്നു. രസം നല്ല ടേസ്റ്റ് ആയിരുന്നു. ചില സ്ഥലത്ത് രസം ഇങ്ങനെ ഭയങ്കര പുളി കൂടി നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് നല്ല, എന്താ പറയാ, നല്ല ഹോം മെയ്ഡ് ഫുഡ് പോലെ. ഇതാണ് ഹോട്ടൽ വനിത എന്നിട്ട് നാടൻ സദ്യയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുതരികയൊക്കെ ചെയ്യും. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്. അവിടെ ചിപ്സൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നു. നമ്മൾ ഉച്ചയായപ്പോഴേക്കും അന്നത്തൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ആ സമയത്താണ് അതിൽ കൂടെ ട്രെയിൻ പോകണേണ്ടത്. അപ്പോൾ കുട്ടികളൊക്കെ കൂടിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയി. ഈ ചോറും മീനിൻ്റെ പാർക്കിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആ ഹോട്ടൽ വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പൊ നമ്മൾ ട്രെയിനൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടു നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അവസാനം കുറ്റിപ്പുറം നിള പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പോയി. അവിടെ പോയിട്ട് അങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തവനൂര് ജയിൽ കാണാം. അതാണ് തവനൂർ ജയിൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു കയറി. ഇപ്പൊ നമ്മളാണ് വന്നിട്ടുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ താത്താന്റെ മോളും കൂടി വരും. പിന്നെ താത്താടെ മോനും ഇവനും ഭയങ്കര കമ്പനി, ഇവന് ഭയങ്കര ഇഷ്ടമാണ് വരെ. അപ്പൊ അങ്ങനെ അവനായിട്ട് അങ്ങനെ കുറെ നേരം കളിച്ചു. പിന്നെ നമ്മളിപ്പോ കുറെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ഫ്രീ സ്പേസ് ആയിട്ട് അങ്ങനെ കിട്ടാറില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മൾ മഴ ടൈമിലാവുമല്ലോ ട്രാവൽ ചെയ്യാറ്. അപ്പൊ പിന്നെ ഇവർക്ക് അങ്ങനെ കളിക്കാനും പാർക്കിൽ കയറാനും ഉള്ള ഒരു ഇതുണ്ടാവില്ല. അങ്ങനെ അത് അവിടെ ഓരോ ആക്ടിവിറ്റീസിലൊക്കെ അവർ കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു റീയൂണിയൻ ഉണ്ട്. റീയൂണിയൻ എന്ന് തോന്നുന്നു. അവർ കേക്കൊക്കെ കട്ട് ചെയ്തു നമുക്കൊക്കെ തന്നു. അങ്ങനെ അത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ. ബൈ.